വെൽക്കം ബാക്ക് ടു ഡേ 8 ഓഫ് ട്രിപ്പ്. വേണ്ട, എനിക്ക് വയ്യ ഗൈസ്. ഇന്നലെ വയ്യായിരുന്നു. ഇന്നലെ സംഭവ ബഹുലമായിരുന്നു. എനിക്ക് വയ്യാണ്ടായി, ശ്വാസം മുട്ടി, വണ്ടിയെല്ലാം നിർത്തിച്ച് എല്ലാവരും ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. വൈകുന്നേരം മണാലിയും തിരിച്ചു വരുന്ന വഴിക്ക് വയ്യായിരുന്നു. അപ്പം വണ്ടിയൊക്കെ നിർത്തി എല്ലാവരെയും ഇറക്കിപ്പിച്ച് ശ്വാസം മുട്ടൽ അത് തന്നെ വലിയ രക്ഷാപ്രവർത്തനമൊക്കെ ആയിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇന്നലെ ഫുഡ് പാലക് ചിക്കനും റൊട്ടി അല്ല ചപ്പാത്തി. റൊട്ടിയാണ് നമുക്ക്, പക്ഷെ ഇവിടെ ചപ്പാത്തിയാ. അത് അല്ല ചപ്പാത്തി എന്നാ ചേട്ടൻ പറഞ്ഞത്. ആ സാധനത്തും. എന്നിട്ട് ഞങ്ങള് ബസ് കയറി ഇരുന്നു, കിടന്നു, ഉറങ്ങി. രാവിലെ ഇവിടെ എത്തി, ഡൽഹിയിലെത്തി. ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടാവും. പക്ഷേ റൂം കിട്ടാൻ ലേറ്റായി. ഇപ്പോഴാണ് റൂം കിട്ടി. 10 മണിക്ക്. ഇപ്പോൾ 12 മണിയായി. ഞങ്ങൾ റെഡിയായി. ഇന്ന് ഡൽഹി കുറേ സ്ഥലം വിസിറ്റ് ചെയ്യാണ്ട്. അത് കഴിഞ്ഞ് അവിടെ പോകണം, സരോജിനി മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുക. എനിക്ക് ഒന്നാമത് വയ്യാത്തതിനെ കൊണ്ട് എനിക്ക് എടുക്കാനൊരു മൂടേ ഇല്ല. എനിക്ക് വയ്യ, അതുകൊണ്ട് തന്നെ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഔട്ട്ഫിറ്റ് കാണുന്നുണ്ട്. കാലൊന്നും കാണുന്നില്ല. എൻ്റെ കാലം ഇവിടെ തണുപ്പുണ്ട് ചെറുതായിട്ട്, അതുകൊണ്ടാണ് എടുത്തത്. ഇതാ ബാത്തു, ഇതാ വിഷു, ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാ ബിരിയാണി നോക്ക്, ഇതാണ് റൂം. ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. പോയി ഇപ്പോൾ ചായ അടിക്കട്ടെ. മറ്റേ മൂന്നാ ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തേ. മെഹബൂബ, ഹന്ന സലീം മാളവിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത മെഹബൂബ. ഓ അങ്ങനെ ഞങ്ങള് വേറെ വളരെയാ അരുൺ റെക്കമെൻഡേഷൻ ഉണ്ടോ? അരുൺ ഓക്കെ, അരുൺ സ്റ്റാർട്ട്. എടാ സ്പീക്കറിൽ നിന്ന് കോട്ട് മാറ്റി എല്ലാവർക്കും ഒച്ചേക്കാം. ആ മാറ്റിയില്ലേ? പാറുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത വെണ്ണിലവേ താണ്ടി വരുവായ വിളയാട് ജോടി പുല്ലോട് രസിക്ക വേണ്ടും നാളും പോട്ട പെണ്ണോട് വിളை താണ്ടി വരുവായ
ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്കല്ല ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് അക്ഷർധാം പോയി. പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെയും ട്രാവൽ ചെയ്ത് ലോട്ടസ് ടെമ്പിളിലെത്തി. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. ഒന്നാമത്തെ കാര്യം എനിക്ക് വയ്യ. ലോട്ടസ് ടെമ്പിളെത്തി. ഇവിടെ 45 മിനിറ്റ്സേ ഉള്ളൂ. ഇത് ക്ലോസ് ചെയ്യും 5 മണിക്ക്. ഇപ്പോൾ സമയം 4:45. അപ്പോൾ ഞങ്ങൾ ഓടുകയാണ്. ബസ്സിൽ നിന്ന് ഫുൾ പാട്ടൊക്കെ ആയിരുന്നു. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി ഇവിടെ 4 മണിക്കൂർ കൊണ്ട് എൻട്രി നിർത്തും. അവിടെ എത്തണം. ബാക്കിൽ പിള്ളേരുണ്ട്, ഫ്രണ്ടിൽ പിള്ളേരുണ്ട്. എല്ലാവരും പോകുന്നുണ്ട്. സ്ത്രീ ഓട്ടോ ഓടിക്കുന്നു. വീഡിയോ എടുത്തിടല്ലേ? പിന്നെന്തെടുത്തിടും? വ്ലോഗ് എടുത്തിടല്ലേ? ഇതൊന്നും പിന്നെന്തിനാ ഇതല്ല, ആ പാട്ടിനൊക്കെ. അതാ നോക്കൂ ലോട്ടസ് ടെമ്പിൾ. ഇതിൽ നിന്ന് നമ്മുടെ സൗണ്ട് ഇതിൽ തന്നെ തുടങ്ങും നമ്മള്. തുടങ്ങിട്ടുള്ളൂ. കുറേ നടക്കാനുണ്ട്. മനുഷ്യൻ വലഞ്ഞു. ഇതാ മൂലക്കലാണ് ആ സാധനം. നടന്ന് കുറേ ദൂരമുണ്ട്. ഇത്രയും നടക്കണം. കുറേ പൂക്കളുണ്ട്. ഓറഞ്ച് ഗൈസ്. മലയാളിനെ കണ്ടുപിടി. ഏത് സ്പോർട്സ്? ഏത് ഇവന്റെടാ? കേരള. ഏത് ഇവന്റാന്ന്? മിനി ഫുട്ബോൾ. പറഞ്ഞില്ലേ? ഈ ഫുട്ബോളോ? മിനി. എന്റെ പേരെന്താ? ആയൂർ. എവിടെ വീട്? പോയില്ലേ? ഓ, അപ്പൊ മറ്റു ചെക്കൻ ഇടുക്കിയാണല്ലോ. ഇവന്മാരില്ലേ? ഇതാണ് മെയിൻ കോച്ച്. കോച്ചാണത്. സാറാണ്. കളിക്കുന്നതാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. എവിടെ സ്ഥലം? എവിടെയാ? ഇപ്പൊ ഇടിക്കില്ല. 3 പേരുണ്ട്. അപ്പൊ ഇത് ഫിസിയോയാ. പുള്ളിക്കാരൻ എൻ്റെ കൂടെ പഠിക്കും. താടി വെച്ച ആള് മാനേജർ. പ്രായം കണ്ട പറയില്ല. വെള്ളേക്കൻ മണി അടിച്ചു. നല്ല മരാട്ടോ. വ്ലോഗി വരും. ഗെയിം ഞങ്ങള് മൊത്തം 2 ഗോളാണ് മൊത്തം ടൂർണമെന്റ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. 25 ഗോൾ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് പ്ലെയർ ആണ് അബ്ദുള്ള. ടോപ്പ് സ്കോറർ ഇപ്പൊ തന്നെ കൊള്ളാണല്ലോ. കേരള ടീമിന്റെ ക്യാപ്റ്റനുമാണ്. ടോപ്പ് സ്കോററാണ്. മോഡലാണ്. ഇത് നമ്മുടെ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ്. ഇത് ഞങ്ങളുടെ ടീമിന്റെ കേരള ടീമിന്റെ മാനേജർ. അയ്യോ, ബാക്ക്ഗ്രൗണ്ട് കൂടെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രായം 13 വയസ്സുള്ളൂ. ഒരു ഫ്രീ കിക്ക് ഗോൾ ഉണ്ട്. ബെസ്റ്റ് ഗോൾ ആയിരുന്നു. വളർന്നു വരുന്ന വലിയ ആളാ. ചെറുതായിട്ട് ഞങ്ങളുടെ കളിയില് ജാപ്പനീസില് താങ്ക് യു പറയും. അരിഗാത്തോ ഗോസൈമസ്. ഇനി ഫ്രഞ്ച് പറ. എല്ലാ ഭാഷ അറിയോ? നിനക്ക് എല്ലാ ഭാഷ അറിയോ? എല്ലാം പഠിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചു. സീരീസോ? യൂട്യൂബ് ഉണ്ട്. ഒരു മഹത് വ്യക്തിയാണ്. റെഡ് കാർഡ് ഇത് ഞങ്ങളുടെ ടീമിലെ കീപ്പർ ഉള്ളതുകൊണ്ടാണ് 2 ഗോളെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇവൻ വല്ലാത്ത കോച്ചാണല്ലോ. എല്ലാരും നന്നായിട്ട് പറയുന്നു. എന്റെ ഫസ്റ്റ് കളി മോശം പ്രകടനമാണെന്ന് വിചാരിച്ച് ഞാൻ പുറത്തിരുത്തിയിട്ടില്ല. 2ാം കളി ചെറുക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. 5 എണ്ണം. അവരെല്ലാരും പറ്റി നല്ല കോച്ചാട്ടോ.
ഇനി കോച്ചിനെ കോച്ചിനെ പറ്റി പറയാം. മാറിക്കും. നിങ്ങൾ എവിടെയൊക്കെ പോയി? ഞങ്ങളിപ്പോ ഇന്നത്തേക്ക് മാത്രമേ പാക്കേജ് ഉള്ളത്. ഇന്ന് രാത്രി 8 മണിക്ക് തിരിച്ച് പോവാണോ? രാജസ്ഥാൻ വെച്ചായിരുന്നു കളി, ഞങ്ങൾ ഇങ്ങോട്ട് വന്നോ. ഓ, രാജസ്ഥാനം കണ്ടോ? എന്നിട്ട് ഉദയ്പൂരിൽ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. നല്ല രീതിയിൽ സബ്സ്ക്രൈബർ കയറും എന്തായാലും ഞാൻ ഉള്ളതുകൊണ്ട്. പിന്നെ നാവ് പൊന്നാവട്ടെ. ബൈ അവനോട് നോക്കും. ചെയ്യടാ, എല്ലാരും ചെയ്യടാ. ബൈ. സന്തോഷി, എനിക്ക് ഇന്നത്തേക്ക് ഇത് മതി. അറിയാത്ത ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? ഇവിടെ വന്നു കഴിഞ്ഞു, ഇനി തിരിച്ചു പോവാണ്. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഇനി പോയി ഫുഡ് ഇതുവരെ കഴിച്ചില്ല. 5 മണി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ സരോജിനി മാർക്കറ്റിൽ പർച്ചേസിനും ശരിക്കും. ഇന്നലെ ആ പിള്ളേരെ കണ്ടിട്ടോ. ഞാൻ ഒരു സബ്സ്ക്രൈബറെ നൽകി. എനിക്ക് ആ പിള്ളേരെ കണ്ട ഭയങ്കര സന്തോഷം. ഇന്നത്തെ സന്തോഷം കാണിക്ക്. ഓറഞ്ച് ആണ് ചേട്ടാ. അവൾ ഫ്രണ്ടിൽ പോകുന്നു. അവളുടെ മുന്നിൽ കണ്ടിറങ്ങി. ഞങ്ങളൊരു പാർക്കിൽ വന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കാണുന്നില്ല ആൾക്കാർ, അവിടെയാണ് ഫുഡ്. നമുക്ക് ഇന്നത്തെ ഫുഡ് എന്താ നോക്കാം. ഓക്കെ, ഇവിടെ പ്രശ്നമായി ഗൈസ്. ഷെസീൻ്റെ 600 രൂപ. അതെന്തിനുണ്ടായി? 600 രൂപ തൊട്ടിട്ട് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അവർ തൊടാൻ അനുഭവിക്കുന്നത് തോടി. നേരത്തെ പറയണ്ട 600 പോട്ടെ വിട് വിട് പറഞ്ഞ തൊട്ടിട്ട് വെക്കാൻ പറഞ്ഞു. ഇവന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ, ഇന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പൊ വലിയ നോട്ട് ഇതാ പറഞ്ഞിട്ട് 500 രൂപ കൊടുക്കും. സുന്ദരനായി പറഞ്ഞ ശരിയാണ് വെച്ചാണ്. പൈസ കൊടുത്തിട്ടോ? എന്താ ശരിക്കും പറഞ്ഞു. ഞങ്ങളെ കാണാൻ നന്നായിട്ടുണ്ട്, കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കാൻ അങ്ങനെ കുറെ പറഞ്ഞു. ഞങ്ങള് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് പൈസ തരാൻ പറഞ്ഞു. അപ്പൊ ഇവളുടെ കണ്ടോട്ടെ, ആൾക്കാർ രക്ഷപ്പെട്ടെ. 500 രൂപ കൊടുത്തപ്പോ പറഞ്ഞേ 500 രൂപ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട, കല എടുത്തിട്ട് അയ്യ തൊട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചെടുത്തത് എടുത്തിട്ട് അതിലുള്ള തുണിന്റെ ഒരു കഷ്ണം പൈസ എടുത്തിട്ട് ഭംഗി കൊണ്ടാൻ 600 രൂപ. എനിക്ക് പനിയാണ്, അതുകൊണ്ട് കുത്തബ്മിനാർ കാണാൻ പോയില്ല. ഞാനും അനിലും പാടെ ഇവിടെ ഇരുന്നു. അപ്പോൾ ചോദിച്ചു ചായ കുടിക്കാൻ. ബാത്റൂമിലൊക്കെ പോയി ചായ കുടിച്ച് ഇവിടെ ഇരിക്കും. കുത്തബ്മിനാർ പക്ഷേ ഇവിടെ നിന്ന് കാണാം കേട്ടോ. കാണിച്ചു കാണുന്നതാണ് ഇതാണ് എൻട്രൻസ്. കാണുന്നതാണ് താഴെ. ഞങ്ങളിവിടെ കോഫി കുടിക്കുന്നു, ചായ കുടിക്കുന്നു.
പറ്റാത്തതുകൊണ്ടാണ് പോവാത്തത്. ഇനി ഇത് കഴിഞ്ഞിട്ട് സരോജിനി മാർക്കറ്റ് പോകുന്നുണ്ട്. ഭയങ്കര തണുപ്പനി തീരെ പറ്റാത്ത പോലെ പരി പിടിച്ച് നമുക്ക് ആകെ കൊളായി. പത്രമുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് സരോജിനി മാർക്കറ്റ് പോകും. ഓക്കെ, വിചാരിച്ചായിരുന്നു. പക്ഷെ യാതൊരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഒരുപാട് ആൾക്കാരെ കൂടുതലായിട്ട് ഒന്നുകൂടിയും അടുക്കാൻ പറ്റി. പിന്നെ വന്നിട്ടില്ലായിരുന്നു വെച്ചാൽ എല്ലാവർക്കും ഒരു നഷ്ടമായിരുന്നു. അതേപോലെ കുറച്ചുകൂടെ ചില പറയും ദിനേശ് കേൾക്കണില്ല. പക്ഷെ ആ ഒരു മൊമെന്റില് ഇവര് എങ്ങനെയാന്ന് എനിക്കറിയില്ല. അതിനുശേഷം പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ നല്ല ഹാപ്പിയായി. അത് ഇവരില്ലായിരുന്നെങ്കിൽ നമ്മൾ പോവില്ല, എനിക്ക് ഉറപ്പാണ്. ആ ഒരു സമയത്ത് മാമിനായാലും സാറിനായാലും അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയത് അത് ഇവര് കാരണമാണ്. അതെനിക്ക് നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. ഞാൻ ഒരിക്കലും മറക്കില്ല. ട്രിപ്പ് അടിപൊളിയായിരുന്നു ഫുള്ള്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റിലൊന്നും ഈ ട്രിപ്പിൻ്റെ കുറേ ഓടിയ ആൾക്കാരിൽ ഞാനൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കായിരുന്നു. അപ്പോൾ ഫുള്ള് പണികൾ കൊടുത്തിരുന്നത് അരുണാണ്. നമ്മുടെ കോളേജിലുള്ള ഫുള്ള് പണികൾ കൊടുത്തിരുന്ന അരുണാണ്. അതിനൊന്നും ഞാൻ അറിയേണ്ടി വന്നിട്ടില്ല, ഫുള്ള് ചെയ്തിരുന്നായിരുന്നു. പിന്നെ അതിനുശേഷം ട്രിപ്പിന് ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു വരാൻ വേണ്ടിയിട്ട്. പിന്നെ തലേ ദിവസം എനിക്ക് വലിയ ഒരു ട്രിപ്പ് പോകണോ, എന്താ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ രസം ഉണ്ടാവുമോ, BBA-ക്കാർ ഒരു മുഖഭാഗവും എനിക്കറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരായിട്ടൊക്കെ നമ്മളിങ്ങനെ എന്താ മിക്സായി പോകുമ്പോൾ രസം ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക് തലേ ദിവസം. അതിന് മുന്നേ വരെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ട്രിപ്പ് വന്നതിന് ശേഷം എല്ലാവരായിട്ടും സംസാരിച്ചതിന് ശേഷം എനിക്ക് ആ ഒരു സംഭവമേ ഇല്ല. ഞാൻ എല്ലാവരായിട്ടും നല്ല കമ്പനി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻട്രോവേർട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇൻട്രോവേർട്ട് അല്ല, എല്ലാവരായിട്ടും കമ്പനിയാവട്ടെ. ശല്യം. പിന്നെ പാക്കേജിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നിന്നിരുന്നത്. എന്നോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നിന്നിരുന്നത്. അവനൊരു പാക്കേജർ എന്നുള്ള രീതിയിലല്ല നിന്നിരുന്നത്, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ആ വേഗമായപ്പോൾ ഒന്നിൽ തന്നെ അവൻ കിടക്കാൻ പോകുമ്പോൾ എൻ്റെ റൂമിൽ വന്ന് കിടന്നട. എൻ്റെ റൂമിൽ ആരുമില്ല, ഇതിന് അവിടെ അത്രയും ആൾക്കാരുടെ ഇടയിൽ പോയി കിടക്കാൻ നിൽക്കുന്ന എൻ്റെ റൂമിൽ വന്ന് കിടന്നട. അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നത്. മീൻസ് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഋതിക്ക് സംസാരിച്ചിരുന്നത്. ഒരു പാക്കേജർ എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ പാക്കേജിൻ്റെ കാര്യത്തിൽ ഭയങ്കര റഷായി നമ്മുടെ പാക്കേജ്. ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര റഷായി പോയി. കുറേ സ്ഥലങ്ങൾ മിസ്സായി നമുക്ക് റഷായതുകൊണ്ട്. അതിലും ആ കാര്യത്തിൽ നമുക്ക് ഋതിക്കിനെ കുറ്റം പറയാൻ പാടില്ല. കാരണം നമ്മൾ 55 സ്റ്റുഡൻസിനെ 3 കോർഡിനേറ്റർമാരും അതേപോലെ 2 ടീച്ചേഴ്സും നോക്കുക പറയുമ്പോൾ വലിയ കാര്യമാണ്. 5 ആൾക്കാർ നോക്കുക പറയുമ്പോൾ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അത്രയും പേർക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പിന്നെ നമുക്ക് എല്ലാവർക്കും ഫോട്ടോസ് കിട്ടണം. കമ്പനി ഉണ്ടായിരുന്നു, പക്ഷേ രേഷ്മാനിസിനായിട്ട് കമ്പനി ഉണ്ടായിരുന്നില്ല. രേഷ്മാനിസ് ഇന്ന് ട്രെയിൻ എന്ന് പറഞ്ഞത് ഓർമ്മയില്ല മിസ്സിനോട്. എന്താ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല, ഞാൻ രാഗീസിനെ വോട്ട് ചെയ്തിരുന്നത്. പിന്നെ പോപ്പുലേഷൻ മിസ്സിന് വോട്ടായതുകൊണ്ട് അങ്ങനെ വോട്ട് കിട്ടുന്നുള്ളൂ. മിസ്സിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. കാരണം മിസ് കോളേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ മുഖം ഇങ്ങനെ വീർപ്പിച്ചതിന് ശേഷം മനസ്സിലായി എല്ലാവരും നല്ല വേറൊരു കാര്യം, കോർഡിനേറ്റർ 5 കോർഡിനേറ്റർ മാത്രമല്ല 55 കോർഡിനേറ്റർമാരാണ് ഉണ്ടാകുന്നത്. സോറി 55 അല്ല 58 കോർഡിനേറ്റർമാരാണ് ഉണ്ടാകുന്നത്. എല്ലാ സ്റ്റുഡൻസും കോർഡിനേറ്റർമാരുടെ കോർഡിനേറ്റർ
എൻ്റെ റൂമിൽ നിൽക്കുന്ന അനനും പളനി വിഘ്നേഷിനൊക്കെ അറിയാം. ഞാൻ 5 ദിവസം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ വീട്ടിൽ പോകണം. അമ്മേനെ കാണണം. 5 ദിവസത്തിന് മേലെ അമ്മനെ കാണാതിരുന്നതിന് പറ്റില്ല. പക്ഷേ ഈ ട്രിപ്പിൽ അങ്ങനെ ഒരു ഫീല് ആരും തന്നിട്ടുണ്ടായിരുന്നില്ല. ഈ 58 പേരും ഒരു ഫാമിലി പോലെയാണ് നമ്മൾ ഈ 10 ദിവസം അടിപൊളിയാക്കിയത്. എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങൾ ഈ ട്രിപ്പിൽ നിന്നുണ്ടായി. അത് ഇന്ന ആളെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ആൾക്കാരും ഓരോരോ ബെസ്റ്റ് മൊമെന്റ്സ് എൻ്റെ ലൈഫിൽ തന്നു. ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മൊമെന്റ്സ് ഈ ട്രിപ്പിൽ നിന്ന് കിട്ടി. പിന്നെ വന്നിട്ട് സുമേ സാറ്, രേഷ്മ മിസ് ഓൾവേസ് അടിപൊളിയാണ്. പിന്നെ ഈ ട്രിപ്പിൽ പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു സുമേ സാറ്. പിന്നെ വന്നിട്ട് രേഷ്മ മിസ്. അഞ്ചുക്ക് രേഷ്മ മിസ്സിനെ എല്ലാവർക്കും ഔട്ട് ചെയ്തത്, ഞാൻ രേഷ്മ മിസ്സിനെ ഔട്ട് ചെയ്തത്. പിന്നെ ഞമ്മള് ഇനിയും കുറേ പോവാണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ ഈ ട്രിപ്പിൻ്റെ ഇതേ കോർഡിനേഷനിൽ തന്നെ ഇനിയും ഇതേ ഹാപ്പിനെസ്സിൽ തന്നെ ആയിരിക്കണം ഇനിയും മുന്നോട്ട് പോകേണ്ടത്. ഇനി കോളേജ് കഴിഞ്ഞാലും കോളേജ് കഴിയുന്നവരെ ആയാലും എങ്ങനെയായാലും അടിപൊളിയായിട്ട് പോകണം എല്ലാവരും. പിന്നെ ഋത്തിക്ക് അടിപൊളിയായിരുന്നു. അവൻ എല്ലാവരുടെ അടുത്തും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നിന്നത്. ഇത് അവൻ ശരിക്കും ഒരു കോർഡിനേറ്റർ അല്ല, നമ്മുടെ എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ കൂടെ തന്നെ നിന്നൊരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു. അവന്റെ ഒരു മെയിൻ സാധനമുണ്ട്, ചാടി നടക്കല്, മോട്ടർ ആക്കല്, ചാടി നടക്കല്. അത് മറക്കില്ല, മനസ്സിൽ എങ്ങനെ വരും. എന്തായാലും ഈ ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈഫിൽ ഭയങ്കര മറക്കാൻ പറ്റാത്ത കുറേ മൊമെന്റ്സ്. നാട്ടിൽ തന്നെ ഒരു അപകടം കൊണ്ടാണ് അല്ലേ? നല്ല പേടിയുണ്ടായിരുന്നു, എങ്ങനെ എത്തിക്കും, എങ്ങനെ എല്ലാം കൂടെ എത്തിക്കാൻ പറ്റുമോ. സ്റ്റാർട്ടിങ്ങിന് ട്രിപ്പിന് മുമ്പ് മഞ്ഞ് ഉണ്ടായിരുന്നില്ല, അപ്പൊ അതിന് ടെൻഷനായിരുന്നു. പിന്നെ മഞ്ഞ് പെയ്തു നല്ലോ, അപ്പൊ അതിന് ടെൻഷനായി. പിന്നെയാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ കൂടെ വന്നു, വരെ പോകാൻ പറ്റില്ല എന്നായി. പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ വരും നിന്നു. ഋത്തിക്ക് മുതലാളിയാണ് മെയിന്. മുതലാളിയാണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ നിന്നു. സാറുമാരും ഫാക്കൽറ്റി കോർഡിനേറ്റേഴ്സ് അല്ല, നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഫാക്കൽറ്റി ഒന്നും പറയാൻ പറ്റില്ല. അത്രയും ഒപ്പുണ്ടായിരുന്ന ആൾക്കാരാണ്. പിന്നെ എല്ലാവരും ചെക്കന്മാരാണെങ്കിലും ഗേൾസ് ആണെങ്കിലും നമുക്കൊന്നും ഒരു ആരെയും എതിർത്ത് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. എപ്പോഴാണെങ്കിലും കൂടെ നിന്നിട്ടേ ഉള്ളൂ. നമ്മൾ കുറേ സമയം വഴിയിച്ചു, അത് നമ്മുടെ തെറ്റാണ്. അതുകൊണ്ട് രീതിക്ക് കുറച്ച് സമയം നമുക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം എല്ലാവരും ഒരുമിച്ച് നന്നായി. ബികോം ബിബിന്റെ വേർതിരിവ് നമുക്ക് ഇപ്പൊ നമ്മുടെ ഇടയിൽ ബികോം ബിബിന്റെ വേർതിരിവ് ഇല്ല. ഇപ്പൊ നമ്മുടെ ജൂനിയേഴ്സ് ആണെങ്കിലും അവർ ഇങ്ങനെ പോകാനും ചിന്തിക്കും. അപ്പൊ ഇതിനു മുമ്പ് പല അഭിപ്രായങ്ങളാണ്, എനിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പൊ പറയുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരും ഒരേപോലെയാണ്, ഒരുമിച്ച് പോവാണ്. പിന്നെ എന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും മോശം അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, ആർക്കെങ്കിലും തന്നെ സോറി. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അയ്യോ ലേ പാരഡൈസ് നമ്മുടെ നെഹ്റുവിന്റെ ലേ പാരഡൈസ് പോലെ ഇപ്പൊ അത്. അപ്പൊ അതിന്റെ മുതലാളി കുശാൽ ഭായ്, ഇവരുടെ ഫുഡാണ് മക്കളെ. ഫുഡ് 3 നേരം വീട്ടിലെ ഫുഡാണ്. അപ്പൊ ഇന്ന് എല്ലാ ദിവസവും വീട്ടിലെ ഫുഡായിരുന്നു. ഉച്ചത്തെ ബിരിയാണി, അതേപോലെ സ്പോട്ട് ഫുഡ് കഴിക്കുന്നത് സ്പോട്ടിലെ നൈസാണ്. അപ്പോ വീട്ടിലെ സ്ഥലങ്ങൾ ഫുഡ് കിട്ടി, നല്ല ആളെ കിട്ടി, മുതലാളി കൂടെ ഉണ്ടായിരുന്നു ഋത്തിക്ക്. ഓക്കെ, എന്താന്ന് വെച്ചാൽ പിന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ അഞ്ചു പറഞ്ഞ പോലെ ഞാൻ ഭയങ്കരമായിട്ടും ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പ്രൊഫഷണൽ ലൈഫിൽ വരുമ്പോ ഞാൻ വേറെ തന്നെയാണ്. ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് വേറെ തന്നെ ഫേസ് തന്നെയാണ്. അപ്പോൾ പക്ഷേ ട്രിപ്പിന് വന്നതിന് ശേഷം അതിന്റെ കംപ്ലീറ്റ്ലി മാറി, എന്റെ ഒപ്പീനിയൻ മാറി. പിന്നെ ട്രെയിനിൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് BBA എനിക്ക് പിള്ളേരെ അറിയാം, ഞാൻ കുറേ സെമ്മായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഓരോ കുട്ടികളെ എനിക്ക് അറിയാം. പക്ഷെ BCom-കാരെ ഞാൻ എടുത്തിട്ടേ ഇല്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് BCom-നൊപ്പം. പ്രോജക്റ്റ് മാത്രമായിരുന്നു ഞാൻ അവരെ ഡീൽ ചെയ്തത്. പക്ഷേ ട്രെയിനിൽ ഞാൻ ആദ്യത്തെ ഒരു ദിവസം ഞാൻ ഫെബിൻ ടീം അവരൊരു കമ്പാർട്ട്മെന്റിലായിരുന്നു. അവരായിട്ട് സംസാരിച്ചില്ലേ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കഴിച്ചോ ചോദിക്കുമ്പോൾ അവർ കഴിച്ചു. എടാ എന്തെങ്കിലും വേണോ? വേണ്ട. അപ്പൊ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ പിന്നെ പക്ഷെ ഞാൻ ചോദിച്ചു എന്തായാലും നമ്മള് യാത്ര കഴിയാനായല്ലോ, ഞാൻ തന്നെ അവിടെ പോയി കുത്തിയിരുന്നു. എന്നിട്ട് ഞാൻ എന്റെ
പക്ഷേ ഈ ആ ഒരു അഭിപ്രായം ഈ ഒരു ഇന്നത്തോടെ അതൊരു മാറിയെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം അടിപൊളി സെറ്റോ സെറ്റ് ഇക്കച്ചിക്ക് വേണ്ടി ടിക്കറ്റ് ചെയ്ത ചക്കര ചുട്ടിൽ എത്ര കിലോമീറ്റർ 3990 കിലോമീറ്റർ മാറിട്ടോ ഓരോ വീഡിയോയില് ഞാൻ 2000 ആയിരുന്നു. ചക്കര ചുണ്ട് തേച്ചു വെച്ചൊരു പുഞ്ചിരി എന്നിരിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി ചക്കര ചുണ്ട് ഹിമമഴയായി വരൂ ഹൃദയം അണിനിഴലായി തൊഴൂ ഈ മിഴിനയിൽ സദാ പ്രണയം ശിലയായി നിന്നിടാ നിന്നെ നോക്കി യുഗമേറെ ഒന്ന് കരയോ? അയ്യോ അയ്യോ പറയണ്ട കാര്യം മതി മതി കൊണ്ടോ കാര്യമില്ല. മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാൽ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ കൂടാതില്ലല്ലോ വരുന്നു വേറെ സൈജു അതാ സൈജു ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് 500 രൂപ കൊടുത്ത് 600 ഈശ്വര പ്രവർത്തനം അയ്യോ കണ്ണെന്ന് കണി അമ്മയും അമ്മ നോക്ക് അമ്മയുടെ സോങ് ഇട്ടു അപ്പൊ കരഞ്ഞതാ. പെയ്തിടും മാമഴേ രാമരേ മലർത്തേങ്കിലി കണ്ണുപോയതറിഞ്ഞില്ല പൈങ്കിളി മലർത്തേങ്കിലി എഞ്ഞു വീണതറിഞ്ഞില്ല വെയിൽ വന്നു പോ
അക്കൊക്കെ വിഷമത്തിലാണ്. ഇത് മുഖം കാണാത്തത്. നിങ്ങളുടെ അച്ഛനല്ലേ? കേട്ടാ കേട്ടാ തേച്ചവർക്ക് വേണ്ടിയുള്ള ഒരു ഗാനമാണ്. ഇതാ തേച്ചില്ലേ പെണ്ണെ. തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ പോയില്ലേ പെണ്ണെ ും കൂടൊന്നുണ്ടാക്കാം മിസ് കഴിഞ്ഞു. എല്ലാ സിംഗിൾസിനെയും വീഡിയോയിൽ കാണിക്കൂ. അവിടെ അവിടെ ഇപ്പുറത്ത് ഇപ്പുറത്ത് മൾട്ടി സിംഗിൾ മൾട്ടി സിംഗിൾ. അയ്യോ മറട്ടി സിംഗിൾ. നിങ്ങൾ നീ എന്ന് വിചാരിച്ച എന്റെ കണ്ണിന് രക്ഷപ്പെടാനാ? പറ്റൂല നിൽക്കണെങ്ങനെ കരയില്ല സാരല്ല പോട്ടെ എന്താണ് ഇങ്ങനെ ഞാനെന്തൊരു കാര്യം. അയ്യോ പാവം Ansu love you. Ansule love you. Love you, Ansu, love you. Kanilang recommendation.
ഉള്ളിലുള്ള പ്രണയം നീയല്ലേ കാത്തിരുന്ന പെണ്ണല്ലേ താരമേറെയായി ഹരിരാധേ രാധേ മുരാരി സവിടേ പെണ്ണേ ഇണങ്ങിയോ കള്ളൻ കണ്ണേ എല്ലാരും കരയും കരയില്ലേ ഇട്ട പാട്ടാണ് ഇപ്പൊ തല്ലാ കഴിഞ്ഞിട്ട് തല്ലാ